നമ്മൾ കോളേജിൽ മാത്രമല്ല ഞങ്ങൾ പ്രായത്തിലുള്ള ഒരുപാട് കുട്ടികൾ ഉപരിപഠനത്തിനായിട്ടായാലും സെറ്റിൽമെൻറ്റിനായിട്ടായാലും ഒക്കെ എബ്രോഡ് പോകുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ സോഷ്യൽ ലൈഫിനെയും സോഷ്യൽ സർക്കിളിനെയൊക്കെ അത് ബാധിക്കുന്നതും അതുപോലെ വീടുകളിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് അച്ഛനമ്മമാരായിട്ട് മാത്രം മാറുന്നതൊക്കെ നമ്മുടെ സൊസൈറ്റിയെ ഭയങ്കരമായിട്ട് മാറ്റുന്ന ഒരു വസ്തുത ഉണ്ടാവുന്നുണ്ട്. ഞാൻ താമസിക്കുന്നത് ഇപ്പോൾ നെഹ്റു നഗറിലാണ്, തൃശ്ശൂരിലെ കുരിയച്ചിറയിൽ. പക്ഷെ ഞാൻ ഇവിടെ കഴിഞ്ഞ 11 വർഷമായിട്ടാണ് ഈ നെഹ്റു നഗറിൽ താമസമായിട്ടുള്ളത്. അപ്പോൾ അതിനു മുമ്പേ ഒരു ലോകസഞ്ചാരം നടത്തിയിട്ടാണ് തിരിച്ച് ഇവിടെ കേരളത്തിൽ വന്നിട്ടുള്ളത്. കേരളം പണ്ട് മുതലേ മൈഗ്രേഷന് വളരെ കാര്യമായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള സ്ഥലമാണ്. മിഡിൽ ഈസ്റ്റിലേക്ക് പോകുന്ന ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ കേരളത്തിൽ നിന്നാണ്. ഇന്ത്യയിലോട്ട് വരുന്ന വിദേശ വരുമാനത്തിൽ കേരളമാണ് ആക്ച്വലി ഏകദേശം നമ്പർ 1 അടുത്ത കാലം വരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പഞ്ചാബ് ഓൾമോസ്റ്റ് ഓവർടേക്ക് ചെയ്തതാണ്. നമുക്ക് അങ്ങനത്തെ ഒരു പാരമ്പര്യമുണ്ട്. അപ്പം നമ്മുടെ വിദ്യാഭ്യാസ ചരിത്രവും ട്രേഡിങ്ങൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുറത്തുള്ള ആളുകൾ വരലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഒരു എക്സ്പോഷർ നമുക്കുള്ളതും കൂടി അതിൻ്റെ ഒരു കാരണമാവും. ഗൾഫിലോട്ട് പോകുന്ന ഒരു ആദ്യകാലത്തുണ്ടായിരുന്ന ഡെസ്പറേറ്റ് ആയിട്ടുള്ള മൈഗ്രേഷൻ ആയിരുന്നു. കാരണം സർവൈവലിന് വേണ്ടിയിട്ടുള്ള, ഇപ്പോൾ അങ്ങനെയല്ലേ പറയുന്നത്, ഇപ്പോൾ കുറച്ചും കൂടി എക്കണോമിക് അല്ലെങ്കിൽ കുറച്ചും കൂടി ഗ്രീൻ പാസ്റ്റേഴ്സ്, ബെറ്റർ ജീവിത സാഹചര്യം, ബെറ്റർ എഡ്യൂക്കേഷൻ, പിന്നെ നല്ല തൊഴിൽ സാഹചര്യം, ഇതൊക്കെ നോക്കിയാണ് ഇപ്പോൾ പോകുന്നുള്ള മൈഗ്രേഷൻ. ഇതിലൊരു മാറ്റം ഉണ്ടാവുന്ന സാധ്യത ഞാൻ കാണുന്നില്ല. എന്ന് വെച്ചാൽ പോയ മക്കൾക്കാർക്കും ഇവിടെ തിരിച്ച് ഈ കോളനിയിൽ വന്ന് സെറ്റിൽ ചെയ്യണമെന്നൊരു ആഗ്രഹമില്ല. അവർക്കൊരു ഗ്രൗണ്ട് റൂട്ടിങ് ഇവിടെ ഇല്ല. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത മലയാളികളായ NTPC-കാരനെ കേരളത്തിൽ മുഴുവനുണ്ട്. ഇപ്പോൾ കണ്ണൂർ തൊട്ട് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുണ്ട്. എല്ലാവരുടെയും ഡിസ്ട്രിക്റ്റിലെ സ്ഥിതികൾ തന്നെയാണ്. എല്ലാവരും ഇപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ മീറ്റ് ചെയ്യാറുണ്ട്. പഴയ ഞങ്ങളുടെ കൊളീഗ്സ് എല്ലാവരും കൂടെ മീറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇന്നും ഒരു കല്യാണം ഉണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങളതിന് പോയിരുന്നു. അവിടെയുള്ള സംസാര വിഷയം തന്നെയാണ്. കേരളത്തിലെ എല്ലാ ജില്ലയും ഒരു ഓൾഡ് ഏജ് ഹോം പോലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ നമ്മൾ വന്ന കാലത്തൊക്കെ ഇവിടെ മധുരല്ലുണ്ട് കൂടെ, അപ്പോൾ അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു നമ്മൾ തിരുവാതിരക്കളി കളിക്കാനും ഒക്കെ. ഇപ്പോൾ നോക്കും അപ്പം ഞങ്ങളായിരുന്നു ചെറുപ്പം. ഇപ്പോൾ നോക്കുമ്പോൾ ഞങ്ങൾ അമ്മയുടെ പ്രായത്തിലൊക്കെ ഇപ്പം ഞങ്ങളെത്തി. പക്ഷെ നമ്മുടെ ഗ്യാപ്പ് ഇപ്പോൾ ഗ്യാപ്പായിട്ട് കിടക്കുകയാണ്, ആരുമില്ല നമ്മുടെ ഇതിലേക്ക് വരാൻ. എന്നുവെച്ചാൽ ചെറുപ്പക്കാരും ഇല്ല. ഇപ്പോൾ നെഹ്റു നഗർ തന്നെ ഇപ്പോൾ ആകെ ഒരു ശാന്തമായൊരു അന്തരീക്ഷത്തിലാണ്. കുട്ടികളില്ല. ഒരു ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ ഓണായാലും ന്യൂ ഇയർ ആയാലും കുട്ടികളില്ല. ഞങ്ങൾ വയസ്സ് ആയവരാണ് ഇപ്പോൾ പ്രോഗ്രാംസിന് വരെ കയറുന്നത്. കുട്ടികളെ കാണാനില്ല. അപ്പം എന്താ വെച്ചാൽ ഫ്രണ്ട്സൊക്കെ പോകുമ്പോൾ പിന്നെ അവർക്ക് ഒറ്റയ്ക്കൊരു ഫംഗ്ഷന് വരാനും മടിയാണ്. എന്ന് വെച്ചാൽ അവരുടെ ഫ്രണ്ട്സൊന്നുമില്ല. അപ്പം അവരുടെ കൂട്ട് നഷ്ടപ്പെടുകയാണ് അവർക്ക്. പണ്ടൊക്കെ കുറേ കുട്ടികളും കുറേ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഒക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും കോളേജൊക്കെ ആയിട്ട് കേരളത്തിന് പുറത്ത് പോയി. കുറേ വീടുകളൊക്കെ എംപ്റ്റിയാണ്. കൂടുതൽ വയസ്സായ ഗ്രാൻഡ് പാരൻസ് ഒക്കെയാണ്. സ്കൂളിൽ ഞാൻ കുറച്ചും കൂടി ക്ലോസ് സ്കൂൾ ഫ്രണ്ട്സ് ആയിട്ടാണ്. അവരുടെ കൂടെയാണ് കറങ്ങാനും ഒക്കെ പോവുക. പിന്നെ അവിടെ നെഹ്റു നഗറിൽ പരിപാടിയൊക്കെ വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് അവിടെ എൻ്റെ കൂടെ ആരും ഉണ്ടാവില്ല. പിന്നെ കൂടുതൽ ഗ്രാൻഡ് പാരൻസ് ആവും. അപ്പോൾ അധികം ഞാൻ പരിപാടിക്കൊന്നും പോകാറില്ല. എനിക്ക് കൂടുതൽ താല്പര്യം മലയാളി കൾച്ചറിനോടുണ്ട്. പിന്നെ അവിടെ നെഹ്റു നഗറിലത്തെ തിരുവാതിരക്കളിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. കുറച്ചും കൂടി വയസ്സായ ആൾക്കാരാണ്. ഈ ടീനേജേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ട് നമുക്ക്. പിന്നെ നമുക്കും കുറച്ച് പ്രായമായില്ല. അപ്പോൾ ഈ നമുക്ക് ലിമിറ്റേഷൻ്റെ കുട്ടികളുടെ പോലെ കളിക്കാനും പറ്റില്ല. അങ്ങനെയുള്ളതിൻ്റെ നല്ല നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ആൾക്കാരില്ലാത്തത്. ഞാനിവിടെ സെക്രട്ടറി ആയിട്ട് ഞാൻ 2-3 ആക്ടിവിറ്റീസ് തുടങ്ങാൻ ശ്രമിച്ചു. ഒരു ഡാൻസ് ക്ലാസ്സസ് തുടങ്ങാൻ ശ്രമിച്ചു. എല്ലാത്തിനും വരുന്നത് ഒരു 50+ ഉള്ള ലേഡീസാണ്. ജെൻസിനെ കിട്ടാനേ ഇല്ല. ഇപ്പോൾ കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സൂംബ ക്ലാസ് കൂടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊരു 14 പേര് പ്രാക്ടീസ് ഉണ്ട്. ആ 14 പേരിന് ആവറേജ് ഏജ് വിൽ ബി അബൌട്ട് 45 to 50. അപ്പോൾ ഞാൻ കാണുന്നത് ഇറ്റ്സ് എ ഹാർബിഞ്ചർ ഓഫ് ടുമാറോസ് കേരള എന്നുള്ളതാണ്. നാളെ കേരളം എന്താകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഹാർബിഞ്ചറാണ് നെഹ്റു നഗർ എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. നെഹ്റു നഗർ സ്പെസിഫിക് ആയിട്ടല്ല, പക്ഷേ ഇവിടെ കുറച്ച് അപ്പർ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളാണ്. ഞാൻ ഒരു 8 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നുള്ളൂ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിന് വലിയൊരു എന്താ പറയുന്നത്, വളരെ കളർഫുള്ളായിട്ടുള്ളൊരു ഭൂതകാലം ഉണ്ടായിരുന്നു. ഒരുപാട് കുട്ടികളും കളിക്കാൻ വേണ്ടി കുട്ടികൾ ക്യൂ നിൽക്കുന്ന, ഷട്ടിൽ കോർട്ടിൽ സമയം കിട്ടാതെ ക്യൂ നിൽക്കുന്ന അവസ്ഥകൾ. ഇപ്പോഴാണെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെ വരുന്നില്ല എന്ന് പറയാം. കാരണം ഒരു യങ്സ്റ്റേഴ്സ് എല്ലാം സ്ഥലം വിട്ടു. ഒന്നുകിൽ ബാംഗ്ലൂർ IT ജോബ്, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോയി. സ്റ്റുഡൻസ് എന്ന് പറയുന്ന ആ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ പിന്നെ പിള്ളേരെല്ലാം നാട് വിടുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് ആ സെഗ്മെൻറ്റിലുള്ള കുട്ടികളില്ല. എനിക്കൊരു 2 വയസ്സ് ഉള്ളപ്പോൾ ഞാനിവിടെ എത്തിയതാണ്.
അന്നെന്ന് പറഞ്ഞാൽ നിറയെ കുട്ടികളായിരുന്നു. അപ്പോൾ നിറയെ കുട്ടികളും ഇപ്പോൾ ഈ സ്കൂൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് നമുക്ക് ടി വിയും അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിവിടെ കോമ്പൗണ്ടിൽ എല്ലാം ആക്കി ഇവിടെ നമ്മൾ ഷട്ടിലുകൾ ബാഡ്മിൻ്റൺ കളിക്കലും പിന്നെ അന്ന് കബഡി കളിക്കലും എല്ലാ കുട്ടികളും ഉണ്ട്. ആരും ഞാൻ ടി വി കാണാൻ പോകുന്ന അല്ലെങ്കിൽ മൊബൈൽ ഗെയിം കളിക്കാൻ പോകണമെന്ന് പറയണില്ലല്ലോ. അപ്പോൾ ഈ വെക്കേഷൻ ആയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ കോമ്പൗണ്ട് നിറയെ കുട്ടികളാണ്. അതുപോലെ ക്ലബിലും നിറയെ കുട്ടികളാണ്. കളിക്കാൻ എല്ലാ കുട്ടികളും കറക്റ്റ് ടൈമിലെത്തും. ഇപ്പോൾ ഒറ്റ കുട്ടികൾ വരില്ല, കുട്ടികൾ ഒന്നാമത്തേലും ഇല്ല. എന്നുവെച്ചാൽ എല്ലാവരും നേഴ്സുമാരും അവരും അമ്മമാരും എബ്രോഡ് പോകുന്നു. മകൻ UK അവൻ അങ്ങനെ പെട്ടെന്ന് വരാറില്ല. അപ്പം എല്ലാം ഒരുമിച്ച് കൂടെന്ന് വരുമ്പോഴത്തേക്ക് ഒരാളെങ്കിലും ഉണ്ടെന്നുള്ളൊരു വരും എന്നുള്ളൊരു സമാധാനം. പക്ഷെ ഇപ്പോഴും പിന്നെ എല്ലാ ദിവസവും വീഡിയോ കോളിലൊക്കെ കാണാറുണ്ട്. അങ്ങനെ ഒരു പഴയ പോലത്തെ കത്തെഴുതുമ്പോൾ ഉള്ളൊരു മിസ്സിങ്, അങ്ങനത്തെ ഒരു മിസ്സിങ് ഇല്ല. പക്ഷേ എപ്പോഴും പ്രസൻസിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, ആ വ്യത്യാസം എപ്പോഴും ഉണ്ട്. പലപ്പോഴും നമുക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വന്നാൽ പിള്ളേർ ആരും അടുത്തില്ല, അങ്ങനെയൊക്കെയുള്ളൊരു ഫീലിങ്സ് എപ്പോഴും തോന്നാറുണ്ട്. ഇപ്പം ഇന്നാളൊരു അങ്കിള് വീണു. അപ്പോൾ ഈ ആരുമില്ല അവർക്ക് പൊക്കാൻ. അവരുടെ വൈഫുണ്ട്, അവരും കുറച്ചൊക്കെ നല്ലോണം പ്രായം തന്നെയാണ്. അപ്പോൾ ആ അങ്കിളിനെ പൊക്കാൻ പറ്റില്ല. അപ്പോൾ പോണത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഏകദേശം 50 ഒക്കെ ആയി. അപ്പം അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നായിട്ട്. വഴി മോശമായിരുന്നു ഞങ്ങളുടെ. ഇപ്പം ഈ ഒരു മാസമായിട്ടേ വഴി ശരിയാക്കിയത്. അപ്പോൾ കുഴിയും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുറച്ച് നല്ലോണം സൂക്ഷിച്ച് നടക്കുള്ളൂ ഞാൻ. എനിക്കറിയാം വീണാ പ്രശ്നം, എല്ലാവരും പറയുന്നത് അതാണ്, വീഴാൻ പാടില്ല കേട്ടോ. വീണാ പോയി കേട്ടോ, ഒരു വല്ലതും ഓടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് റിപ്പയർ ചെയ്യാൻ. അത് കാരണം നല്ലോണം സൂക്ഷിച്ചാൽ നടക്കുക. അപ്പോൾ പോകുമ്പോൾ ആരെയും കാണില്ല, പള്ളിയിൽ പോവും. അത് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ കൂട്ടുണ്ടാവും വർത്താനം പറയാൻ. അങ്ങനെ അപ്പോൾ എൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പള്ളിയിലും കൂടി പോയില്ലെങ്കിൽ നമ്മൾ ആരെയും കാണില്ല, ഒരു ന്യൂസും അറിയില്ല. നമ്മളിങ്ങനെ വീടിൻ്റെ ഉള്ളിൽ എപ്പോഴും വയസ്സായി എന്ന് പറഞ്ഞിരുന്നാൽ, എൻ്റെ ഇതാ അങ്ങനെ കുറേ പേരുണ്ട് ഇതിൻ്റെ ഉള്ളിൽ വയസ്സായി എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങില്ല. അവരിങ്ങനെ ടി വിയും വാട്സപ്പും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നേരം പോയിരിക്കണു. പിന്നെ വൈകിട്ടാകുമ്പോൾ വീഡിയോ കോൾ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കണത്. ഓരോ സ്ട്രീറ്റോ കൂടെ നടക്കുമ്പോൾ അതിൻ്റെ ശൂന്യത നമുക്കറിയാം. ഇപ്പം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം വീടുകളിലൊന്നും ആൾക്കാരില്ല. അവർ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ സെറ്റിൽ ആവുകയാണ് ചെയ്യുന്നത്, തിരിച്ചുള്ള വരവില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പാരൻസിനൊക്കെ വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ പിള്ളേർ പിന്നെ പോയി കഴിഞ്ഞാൽ വരാത്തതിന് പിന്നെ അവരെ ഒന്നും പറയാനും പറ്റില്ലല്ലോ. അവർക്ക് അവിടെ നല്ല ജോലി കിട്ടുമ്പോൾ അവരവിടെ നിൽക്കും. ഇന്ത്യയിൽ ഓപ്പർച്യൂണിറ്റീസ് കുറയുന്നു, അതുകൊണ്ടാണ് അവർ പോണതെന്നാണ് എനിക്ക് മനസ്സിലായത്. അവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റിയും ജോബും പഠിക്കാനും അവിടെ അധികം സൗകര്യമുള്ളതുകൊണ്ട് കുട്ടികളൊക്കെ ഭാവിക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നു. പക്ഷെ അതൊക്കെ മാറി തുടങ്ങി. ഇവിടെയൊക്കെ ഇപ്പോൾ കുറേ ഓപ്പർച്യൂണിറ്റീസ് വന്നു തുടങ്ങി. ഇപ്പോഴത്തെ കുട്ടികൾക്ക് വെസ്റ്റേൺ സ്റ്റൈലാണ് കൂടുതൽ ഇഷ്ടം. അവരുടെ വിചാരം എബ്രോഡ് പോയി കഴിഞ്ഞാൽ അവർ ഫ്രീ ആണ് പാരൻസിൽ നിന്നും. അവർക്ക് എന്താണോ ഇഷ്ടം അത് എന്ത് വേണമെങ്കിലും അവിടെ കാണിക്കാം. പക്ഷേ അവർക്ക് ജോലി വൈറ്റ് കോളർ ജോബൊന്നും വേണമെന്നില്ല. പക്ഷേ ദേ ആർ വെരി ലേസി ടു ഡി ഹിയർ, പ്രിസ്റ്റേജ് ഇഷ്യൂ. ഇവിടെ അവർക്ക് അങ്ങനത്തെ ജോലികളൊന്നും, കാറ് കഴുകാനോ പെട്രോൾ പമ്പിൽ നിൽക്കാനോ ഒന്നും ദേ ഡോണ്ട് ലൈക്ക്. പക്ഷേ എബ്രോഡ് പോയി കഴിഞ്ഞാൽ അവർക്ക് അതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്, പൈസ കിട്ടും, അവരുടെ തന്നിഷ്ടത്തിന് നടക്കാം. കുട്ടികളായിട്ട് സംസാരിക്കുമ്പോൾ വന്നിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത്, മുൻപൊക്കെ ഏറ്റവും മികച്ച കലാലയങ്ങളിൽ പോലും ചെന്ന് എത്ര പേർ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ 100 പേരിൽ 4-5 കൈകൾ ഉയർന്നെങ്കിലായി, അത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് ഒരു പക്ഷേ ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പുള്ള സെനാരിയോ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ പോലും നമ്മൾ ഈ ചോദ്യം ചോദിച്ചാൽ, കുട്ടികളോട് ചോദിച്ചാൽ 100 പേരിൽ ഒരു 30 പേരോ 40 പേരോ കൈവക്കും. നമ്മളിവിടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും സാമ്പത്തികമായിട്ടും സാലറി വൈസൊക്കെ മുമ്പത്തേക്ക് പുറത്താണ് കംഫർട്ടുള്ളത്. പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ചെറുപ്പക്കാർക്ക് അതാണ് അവർ ആസ്വദിക്കുന്നത് കുറച്ചുകൂടെ. ലോക നിലവാരത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ നോക്കി, മികച്ച പഠന അവസരങ്ങൾ നോക്കി, മികച്ച സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ഒരു അപകടവും ഇല്ല. പക്ഷേ എല്ലാവരും പോകുന്നത് ഈ മികച്ച പഠന സാധ്യതകൾ നോക്കിക്കൊണ്ടല്ല. ചിലരെ സംബന്ധിച്ച് പുറത്ത് പോവുക, അവിടെ സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ്. പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിലല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, നമ്മുടെ കുട്ടികളിൽ മഹാഭൂരിപക്ഷവും വേണ്ടത്ര നിലവാരമില്ലാത്ത സ്ഥാപനങ്ങൾ നോക്കിയാണ് പോകുന്നത് എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥ. മിഡിൽ ക്ലാസ്സും ഉണ്ട്, അപ്പർ മിഡിൽ ക്ലാസ്സും. അവരാണ് ഇപ്പോൾ അടുത്ത കാലത്ത് വലിയ തോതിൽ മൈഗ്രേറ്റ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ അതൊരു എന്താ പറയുന്നത്,
പിന്നെ കുറേയും കൂടി ഈ ബാങ്കിൻ്റെയൊക്കെ പോർട്ട്ഫോളിയോ ചെക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വലിയ ലോൺ കൊടുക്കുന്നുണ്ട്, വലിയ തോതിൽ സ്റ്റുഡൻറ്റ് ലോൺ കൊടുക്കുന്നുണ്ട്, പ്രത്യേകിച്ച് വിദേശത്ത് പോകുന്ന വിദ്യാർത്ഥികൾക്ക്. അങ്ങനെയുള്ള അപ്പോൾ ഇതൊക്കെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. കുട്ടികൾ ഡിഫറെൻ്റ് ആവുകയാണ്. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അവരുടെ ചിന്താഗതികളിൽ മാറ്റം വരികയാണ്. അത് നമ്മളിപ്പം ഇവിടെ ടൗണിൽ താമസിക്കുന്ന ആളുകളെന്നോ അല്ലെങ്കിൽ വേറെ കുറച്ച് ഉള്ള ഏരിയകളിൽ താമസിക്കുന്ന ആളുകൾ അങ്ങനത്തെ ഡിഫറൻസ് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഞങ്ങളാണെന്നുണ്ടെങ്കിലും അധ്യാപകരാണെന്നുണ്ടെങ്കിലും അവസാനം പറയുന്ന സജഷൻസ് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഏത് കാലത്തും നിങ്ങൾ നന്നാവുക എന്നുള്ളതാണല്ലോ. നിങ്ങൾ നന്നായി കാണുക, നന്നാവുക എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടുന്നത് കാണാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ അബ്രോഡ് പോയാലും പ്രശ്നമില്ല എന്ന് തന്നെയാണ് നമ്മൾ പറയുക. അബ്രോഡ് ചൂസ് ചെയ്യാനായിട്ട് ഞാൻ തീരെ ഇൻട്രസ്റ്റഡ് അല്ല. എന്താ കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ നമ്മളുടെ അവിടെ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാനുണ്ട്. നമ്മളുടെ അവിടെ കുറേ കാര്യങ്ങൾക്ക് മാറ്റം വരാനുണ്ട്. നമ്മളിതിനെ എല്ലാത്തിനെയും സ്കിപ്പ് ചെയ്തിട്ട് വേറൊരു രാജ്യത്ത് പോയി അവിടെ പോയി പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇറസ്പോൺസിബിളാണ്. പിന്നെ പല സ്റ്റുഡൻസും മാറാനായിട്ടുള്ള കാരണം എന്താണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ ലാക്ക് ചെയ്യണ കാരണമാണ്. ഇൻഫ്രാസ്ട്രക്ചർ അല്ലാതെ നമ്മളുടെ അവിടെ വേറെ എല്ലാ റിസോഴ്സസും ഉണ്ട്. വർക്ക് ഫോഴ്സ് ആണെങ്കിലും ഉണ്ട്, പിന്നെ ലൈബ്രറീസും, പിന്നെ അങ്ങനെ നോളേജിനാണെങ്കിലും റിസോഴ്സസിനൊന്നും ലാക്ക് ചെയ്യണ്ട. ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് നന്നായിട്ടുണ്ട്, ബട്ട് നമുക്ക് അതിനനുസരിച്ച് പേ ഒക്കെ കിട്ടാത്ത കുറേ പ്രോബ്ലംസ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എല്ലാവരും ഇപ്പോൾ പോവാനുള്ള ഒരു കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് കുറച്ചും കൂടി ബെറ്റർ സ്റ്റഡീസും നമുക്ക് മെറ്റീരിയൽസൊക്കെ കൂടുതൽ പുറത്തുനിന്നാണ് നമുക്കൊരു ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ കിട്ടണേ. അപ്പോൾ പോകണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ട്. ഇവിടെ കുറേ കൂടി തിയറി ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസ് ആണല്ലോ. അവിടെ നമുക്ക് എങ്ങനെയാണോ അവിടെ ആ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണം അതിന് സിമിലർ ആയിട്ടുള്ളൊരു ക്ലാസ്സസ് കിട്ടാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ടെക്നോളജി യൂസ് ചെയ്യുന്ന ഡിവൈസസും ഗാഡ്ജറ്റ്സും കാര്യങ്ങളും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഞാനൊരിക്കലും അബ്രോഡ് പോയി പഠിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ല. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് പഠിക്കുന്ന ഒരു എൻവയോൺമെൻറ്റ് ഒരിക്കലും നമുക്കത് പുറത്തുനിന്ന് കിട്ടത്തില്ല. ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം എങ്ങനെ പോയാലും ഉണ്ടാവും. നമ്മുടെ ഒരു എൻവയോൺമെൻറ്റിൽ നിന്ന് പഠിക്കുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ എന്താ പറയുക ഒന്നും കൂടിയും ഈസിയും കാര്യങ്ങളും നമുക്ക് പഠിക്കാനായാലും എല്ലാത്തിനും നമ്മുടെ നാട്ടിൽ നിന്ന് പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് വേറെ തന്നെയാണ്. എനിക്ക് UK പോകണം എന്നാണ് താല്പര്യം. ഈ ജേർണലിസം ബേസ്ഡ് തന്നെ UK പോയി കൂടുതൽ കരിയർ നോക്കാനായിട്ട്. കേരളത്തിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടേതായ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. UK പോകുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല. നമുക്ക് നമ്മുടേതായ കുറേ ഫ്രീഡം ഉണ്ട്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാം. അവിടെ പാർട്ട് ടൈം ജോബ്സ് ആണെങ്കിലും ഒരുപാട് അവൈലബിൾ ആണ് നമുക്ക് കേരളത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതെല്ലാം കൂടെ കൊണ്ട് UK ആണ്. ഈ കുട്ടികൾ മിക്കവാറും പോകുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ്, അല്ലെങ്കിൽ US, അല്ലെങ്കിൽ കാനഡ, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലേക്കാണ്. അപ്പോൾ അവിടെ ജീവിത നിലവാരം കുറച്ചുകൂടി മെച്ചപ്പെട്ടതാണ്. അതൊന്ന്. അപ്പോൾ ഈ മെച്ചപ്പെട്ട അവിടെ നിങ്ങൾക്ക് ഈ 1 വർഷമോ 2 വർഷമോ ഒക്കെ പഠിച്ചതിന് ശേഷം അവിടെ സ്റ്റേ ബാക്കിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു റെസിഡൻസ് എടുക്കാം, അങ്ങനെ അവിടെ ഒരു സിറ്റിസൺഷിപ്പിന് ട്രൈ ചെയ്യാം. അപ്പോൾ അത് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യങ്ങളുള്ള ഒരു സ്ഥലം നേടാൻ ആഗ്രഹിക്കുക എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. നിങ്ങൾ ഇനിയുള്ള കാലത്ത് പ്ലാൻ ചെയ്യുമ്പോൾ വലിയ മണിമന്ദിരങ്ങളൊന്നും പണിയാതിരിക്കുക. കാരണം നിങ്ങൾക്ക് മാത്രമുള്ളത് നിങ്ങളുടെ കുട്ടികൾ ഒരിക്കലും നിങ്ങളുടെ കൂടി ഉണ്ടാവില്ല. നിങ്ങൾ പിന്നെ കുട്ടികളുടെയും കൊച്ചുമക്കളുടെയും കൂടിയുള്ള അത് പ്ലാൻ ചെയ്യരുത്. അതിന് പകരം റിട്ടയർമെൻറ്റ് ഹൗസസും കൂടി നിങ്ങളുടെ പ്ലാനിൽ ഉൾപ്പെടുത്തേണ്ടി വരും. കാരണം ഒരു കാരണവശാലും കുട്ടികൾ തിരിച്ചു വന്ന് ഇവിടെ സെറ്റിൽ ആവുണ്ടാവും. അപ്പോൾ അത് ഉണ്ടാവില്ല എന്ന് തന്നെ വിചാരിക്കേണ്ടി വരും. ഗൾഫ് നാടുകളിലേക്ക് ഒക്കെ പോയിക്കൊണ്ടിരുന്ന ആളുകൾ, അവരെ സംബന്ധിച്ച് എന്തായാലും ഈ നാട് തിരിച്ചു വരാനുള്ളൊരു സ്ഥലമായിരുന്നു. വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ, പഠനത്തിൻ്റെ ഭാഗമായിട്ട് പോകുന്ന ആളുകൾ, അവരെ സംബന്ധിച്ച് ഈ നാട് തിരിച്ചു വരേണ്ട ഒരു നാടൊന്നും അല്ല. ആ തരത്തിലുള്ളൊരു നൊസ്റ്റാൾജിയ നമ്മുടെ ചെറുപ്പം വെച്ച് പുലർത്തുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം അത് മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നത്, ലോകത്തെ മാറ്റങ്ങളോടുള്ള ഈ നാടിൻ്റെ പ്രതികരണമൊക്കെ വളരെ സ്ലോ ആണ്. പക്ഷേ കൂടുതൽ വേഗതയിൽ മുൻപോട്ട് പോകുന്ന രാജ്യങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ചെറുപ്പക്കാരെ ആകർഷിക്കും. അവരവിടെ ഒരു കരിയർ ഉണ്ടാക്കി അവിടെ തന്നെ സെറ്റിൽ ചെയ്യുന്നതിന് ശ്രമിക്കും. എൻ്റെ തന്നെ സുഹൃത്തുക്കൾ, എൻ്റെ ഒപ്പമൊക്കെ പഠിച്ചിരുന്ന പല ആളുകളും വിദേശത്തുണ്ട്. അവരിൽ ഒരാൾ പോലും തിരിച്ച് നാട്ടിലേക്ക് വരുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല.